Welcome to semester 2 complementary electronics, and we are seeing chapter number 19 transistor characteristics and approximations. And here this is class number E38, importance of VCE. അപ്പോൾ ഇത് BSc ഫിസിക്സ് മെയിനിൻ്റെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 2 പേപ്പറിൻ്റെ ക്ലാസ്സാണ്. 19th ചാപ്റ്ററിലെ ചാപ്റ്റർ 9 ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അപ്രോക്സിമേഷൻസ്, അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് VCE, കളക്ടർ എമിറ്റർ വോൾട്ടേജിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയുകയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് VCE ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കളക്ടർ എമിറ്റർ വോൾട്ടേജ്. എന്താണ് ഈ കളക്ടർ എമിറ്റർ വോൾട്ടേജിൻ്റെ പ്രാധാന്യം? എപ്പോഴും നമ്മൾ Q പോയിന്റ് പറയുമ്പോൾ VCIC, when we say Q point, we write Q is VCIC. Collector current is important. Along with collector current, this VCE, collector emitter voltage, is important. So what is the importance of collector emitter voltage in a transistor circuit? That is discussed here. VCE, collector emitter voltage പ്രാധാന്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. The voltage VCE is very important in the working, The voltage VCE is very important in checking whether the transistor is one defective, two working in cutoff, three in saturation, or well into saturation. അപ്പോൾ VCയുടെ വാല്യൂ നിർണ്ണയിച്ചാൽ അത് ട്രാൻസിസ്റ്റർ ഡിഫക്റ്റീവ് ആണോ, കുഴപ്പം പിടിച്ചതാണോ, അല്ലെങ്കിൽ അത് കട്ട് ഓഫിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാച്ചുറേഷനാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെൽ ഇൻ ടു സാച്ചുറേഷനാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ കഴിയും. VCയുടെ വാല്യൂ നോക്കിയാൽ മതി. When VCE equal VCC, the transistor is in cutoff. VC, നമ്മുടെ ഗ്രാഫ്, നമ്മുടെ ലോഡിൻ്റെ ഗ്രാഫിൽ താഴെ ആ കറണ്ട് 0 ആകുമ്പോൾ VC ഈക്വൽ ടു VCC എന്ന് എഴുതാറുണ്ട്. അത് 2 പോയിൻ്റാണല്ലോ ഉള്ളത്, എയും ബിയും. There are 2 points in the load line, point A and point B. Point B is called cutoff point. At the cutoff point, VC equals 0. In that case, at point B, at the cutoff point, we know VCE equal VCC. So when VCE equal VCC, the transistor is in cutoff, or it is turned off. When VCE equal to or negative, when VC is negative, the transistor is well in saturation. അപ്പോൾ VCയുടെ വാല്യൂ നമുക്ക് -1 കിട്ടുകയാണെങ്കിൽ അത് വെൽ ഇൻ സാച്ചുറേഷൻ എന്നാണ് പറയുന്നത്. When VC is 0, the transistor in when VC is 0, the transistor is in the transistor is in saturation, or it is fully turned on. അപ്പോൾ VC 0 ആകുമ്പോഴാണ് കറണ്ട് മാക്സിമം വരുന്നത്. IC സാറ്റ്, അതുകൊണ്ടാണ് സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോയിന്റ് A എന്ന് പറയുന്നത്. ഫോർ നോർമൽ ആംപ്ലിഫയർ VCE ഈക്വൽ ഹാഫ് VCC. സാധാരണ പ്രവർത്തനത്തിന് ആംപ്ലിഫയറിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ സാധാരണ പ്രവർത്തനത്തിന് VCE ഹാഫ് VCC ആണ്. ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റർ ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് അപ്രോക്സിമേറ്റ്ലി ഹാഫ് ഓൺ. ഇപ്പോൾ VCE ഈക്വൽ ടു ഹാഫ് VCC ആണെങ്കിൽ അതിനെ ഹാഫ് ഓൺ എന്നൊരു പേര് വിളിക്കും, ഹാഫ് ഓൺ. So question, what is the importance of VCE in a transistor operation? ഇനി അടുത്തത്, what is the meaning of statement transistor is operated half on? അതാ മുകളിൽ കാണുന്നത് പറഞ്ഞാൽ മതി. അതായത് VCE ഹാഫ് VCC ആകുമ്പോഴാണ് അതിനെ ഹാഫ് ഓൺ എന്ന് വിളിക്കുന്നത്. ഇനി ഫോർ ദി C സർക്യൂട്ട് ഗിവൺ ബിലോ, ഫൈൻഡ് വാല്യൂ ഓഫ് VCE, ടേക്ക് ബീറ്റ 100 if the transistor is working in cutoff. Is the transistor working in cutoff or saturation? അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ VC കണ്ടുപിടിച്ചിട്ട് ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലാണോ കട്ട് ഓഫിലാണോ എന്ന് പറയുക. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു RB ഉണ്ട്, RL, RC ഒരു RL എഴുതിയിരിക്കുന്നത്. സപ്ലൈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്,
ബീറ്റ 100 ആണ്. അപ്പോൾ വോൾട്ടേജ് എത്രയാണ് താഴെ അതോടെ വായിക്കാൻ പറ്റില്ലെങ്കിൽ താഴെ വായിക്കാം. ഫോർ ബയസ് സർക്യൂട്ട് വി സി സികൾ ഐ ബി ആർ ബി പ്ലസ് ബി ബി നമുക്കറിയാം. ടേക്ക് വി ബി 0, മറ്റ് കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് വി ബി ഇ 0 എന്നെടുക്കുക. സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്ന് പറയാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബി സി സികൾ ഐ ബി ആർ ബി എന്ന് മാത്രം വരും. ഐ ബി ഇസ് 10/100.1 ആംപിയർ. ഐ സി ഇസ് ബീറ്റ ഐ ബി 100 × 0.1 10 ആംപിയർ. അതിൻ്റെ ബീറ്റ റൂൾ എന്നൊക്കെ പറയും. ഫോർ കളക്ടർ സർക്യൂട്ട് വി സി സി ഈക്വൽ ടു ഐ സി ആർ എൽ പ്ലസ് വി സി ഇ ഓർ വി സി ഇ പ്ലസ് ഐ സി ആർ എൽ. ദാറ്റ് ഈസ് വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ എൽ. 10 മൈനസ് വി സി സി 10 ആണ്. 10 മൈനസ് വി സി സി 10 മുകളിൽ 10 എന്ന് മാർക്ക് ഉണ്ടാക്കും. ആ പടത്തിൽ മുകളിൽ 10 വോൾട്ട് എന്ന് കൊടുക്കുക. ഇവിടെ 10 വോൾട്ട് കേട്ടോ. ആ വി സി സി 10 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും 10 മൈനസ് ഐ സി ഇൻറ്റു 1. ആർ എൽ ഇസ് 1K. ആർ എൽ 1K എന്ന് മാർക്ക് ചെയ്യണം. 10 മൈനസ് 10 is equal to 0. VC is equal to 0. The meaning is VC is 0. Since VC is 0, the transistor is in saturation. Transistor is in saturation എന്ന് പറയണം. VC is 0 ആകുമ്പോൾ transistor is in saturation, operating saturation എന്ന് പറയണം. ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട്. അടുത്തൊരു സർക്യൂട്ട്. ഫൈൻഡ് ഔട്ട് വെദർ ദി ട്രാൻസിസ്റ്റർ ഓഫ് ഫിഗർ ബിലോ ഈസ് വർക്കിംഗ് ഇൻ സാച്ചുറേഷൻ ഓർ വെൽ ഇൻ ടു സാച്ചുറേഷൻ. അപ്പോൾ ഈ സാച്ചുറേഷൻ എന്ന് പറയണം. ഈ പടം നോക്കുക. ഇവിടെ ഈ സപ്ലൈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിക്കാം. പിന്നെ എഴുത്ത് അവിടെ ഫെയിൻ്റാണ്. നമുക്ക് ഉത്തരത്തിനകത്ത് വായിക്കാം. പി സി എസ് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ. വി ബി 0 എന്ന് നമ്മൾ എടുക്കുകയാണ്. വി ബി 0. ബി സി സി ഈക്വൽ ഐ ബി ആർ ബി. ഐ ബി ഇസ് 10/10. അവിടെ ആർ ബി 10K എന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ആർ ബി പടത്തിൽ 10K എന്ന് മാർക്ക് ചെയ്യണം. ലെഫ്റ്റിലാണല്ലോ ആർ ബി. ഐ സി ബീറ്റ ഐ ബി. ബീറ്റ 100 എന്ന് ട്രാൻസിസ്റ്ററിൽ മാർക്ക് ചെയ്യണം. ട്രാൻസിസ്റ്റർ സൈഡിൽ 100 എന്ന് മാർക്ക് ചെയ്യണം. ഇൻറ്റു 1. ഐ ബി ഇസ് 1 നമുക്ക് കിട്ടി. അപ്പോൾ 100 ആംപിയർ. ഫോർ കളക്ടർ സർക്യൂട്ട് വി സി സി ഈക്വൽ വി സി ഇ പ്ലസ് ഐ സി ആർ സി ഓർ ഐ സി ആർ എൽ. ദാറ്റ് ഈസ് വി സി സി മൈനസ് ഐ സി ആർ എൽ. 10 മൈനസ് 100 വരും. ആർ എല്ലിൻ്റെ വാല്യൂ ഇടുമ്പോൾ നമുക്ക് ഇവിടെ ആർ എൽ 1K ആണ്. ആർ സി എല്ലേക്ക് 1K ആണ്. പിന്നെ ഐ സി കിട്ടിയത് 100 ആംപിയർ ആണ്. വളരെ കൂടി കറണ്ടാണ്. അത്രയൊന്നും വരത്തില്ല സാറിൻ്റെ കേസിൽ. പക്ഷേ വാല്യൂ നമുക്ക് 10 മൈനസ് 100 എന്ന് വരും. അപ്പോൾ 90 മൈനസ് 90 എന്ന് പറഞ്ഞാൽ വി സി മൈനസ് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെൽ ഇൻ ടു സാച്ചുറേഷൻ. സിൻസ് വി സി ഇസ് നെഗറ്റീവ്, ദ ട്രാൻസിസ്റ്റർ ഇസ് വർക്കിംഗ് വെൽ ഇൻ ടു സാച്ചുറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി കട്ട് ഓഫ് പോയിന്റ് ആൻഡ് സാച്ചുറേഷൻ പോയിന്റ് നമ്മൾ നേരത്തേക്ക് ഡിസ്കസ് ചെയ്ത ലോഡ് ലൈൻ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. ഈ സർക്യൂട്ട് നോക്കുക. ഒരു ബേസ് ബയസ് സർക്യൂട്ടാണ്. എന്താണ് ഈ കട്ട് ഓഫ് പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ് നമ്മൾ ഒരിക്കലും കൂടി പറയുകയാണ്. അപ്പോൾ ഇത് പറയണമെന്നില്ല. കട്ട് ഓഫ് പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ് ചോദിച്ചാൽ if cut off point and saturation point are asked, you can draw a load line and say the points A and B. A is called saturation point and B is called cut off point. At B, VCE equal VCC. At saturation point, IC sat is VCC by RC. നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ അതല്ലാതെ ഈ പടം വെച്ചെന്ന് പറയുകയാണ് നമ്മൾ കട്ട് ഓഫ് പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ്. ഇത് ട്രാൻസിസ്റ്റർ ഇക്വേഷൻസ് വി സി സികൾ ഐ സി ആർ സി പ്ലസ് വി സി ഓർ വി സി ആദ്യം എഴുതാം. ഇഫ് ഐ സി 0 then transistor is said to be in cut off. ഐ സി 0 ആണ് കട്ട് ഓഫ് ആയിരിക്കും. then VCE equal VCC. VCE is equal VCC or it is called cut off point എന്ന് പറയും. If VC is equal to 0, the transistor is in saturation. Then the equation becomes VC is equal IC into RC. IC is VC by RC. This is the saturation current. Question: explain the meaning of cutoff point and saturation point of a transistor. The transistor fault location
ഓർ ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ഫാൾട്ടാണ്. ഒരു സർക്യൂട്ട് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും പിശകുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടോ, ഈ സ്ഥലത്തിന് ഫാൾട്ട്, ഫൈൻഡിങ് ഫാൾട്ട് ഇൻ എ സർക്യൂട്ട് ഈസ് കോൾഡ് ട്രബിൾ ഷൂട്ടിംഗ്. ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ, ട്രാൻസിസ്റ്റർ ഫാൾട്ട് location or troubleshooting of a transistor. Troubleshooting means finding the fault with the circuit. Troubleshooting means fault finding of a transistor. Voltage measurements are usually done to find fault. ഫാൾട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ വോൾട്ടേജിൻ്റെ അളവുകളാണ് എടുക്കാറുള്ളത്. ദ ഫോളോയിങ് പോസിബിലിറ്റീസ് ആർ കൺസിഡേർഡ്. താഴെ പറയുന്ന സാധ്യതകൾ നമ്മൾ പരിഗണിക്കും. നമ്പർ 1, വി സി ഇ 0. വി സി 0 ആണെങ്കിൽ ഒന്നാമത്തെ പോലെ വി സി 0 എന്നാണ് ഇത് സംഭവിക്കും. ആ വി സി 0 ദ പോസിബിലിറ്റീസ് ആർ, അങ്ങനെയാണെങ്കിൽ പോസിബിലിറ്റീസ് ആർ 1, the possibilities are that A, ട്രാൻസിസ്റ്റർ ഈസ് ഡിസ്കണക്റ്റഡ്. ഒന്നെങ്കിൽ ട്രാൻസിസ്റ്റർ ഡിസ്കണക്റ്റഡ് ആവും, വി സി 0 ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ പിന്നെ ഒരു വോൾട്ടേജ് ഇല്ലല്ലോ. അല്ലെങ്കിൽ ബി, ട്രാൻസിസ്റ്റർ ഈസ് ഷോർട്ടഡ് ഔട്ട്, ട്രാൻസിസ്റ്റർ ഷോർട്ട് ചെയ്തിരിക്കുകയായിരിക്കും ബി സി 0 ആണെങ്കിൽ. അല്ലെങ്കിൽ സാച്ചുറേഷനിലായിരിക്കാം, സാച്ചുറേഷൻ. ഈ നമ്പർ സി, ഓപ്പറേറ്റിംഗ് സാച്ചുറേഷൻ. ഈ നമ്പർ 2, ബി സി ഹാഫ് വി സി സി ആണെങ്കിൽ it shows that the transistor circuit is well operating and the circuit is well designed. സർക്യൂട്ട് വെൽ ഓപ്പറേറ്റിംഗ് ആണ് ഹാഫ് വി സി സി കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ വി സി ഈക്വൽ വി സി സി ആണെങ്കിൽ ദ പോസിബിലിറ്റീസ് ആർ ദാറ്റ് എ, ഇത് ട്രാൻസിസ്റ്റർ ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്, അത് ഓപ്പൺ സർക്യൂട്ട് കിടക്കുകയാണ്, കംപ്ലീറ്റ് വോൾട്ടേജ് കാണിക്കുകയാണ്. ബി, ദ ട്രാൻസിസ്റ്റർ ഈസ് ഓപ്പറേറ്റിംഗ് കട്ട് ഓഫ്, കട്ട് ഓഫിൽ നമുക്കറിയാമല്ലോ വി സി ഈക്വൽ വി സി സി ആണെന്ന്. നമ്പർ 3, ഹാവിങ് ഓൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് വിത്ത് വി സി ഇ ഷോർട്ടഡ്, വി സി യു ആയിട്ടുള്ള റെസിസ്റ്റൻസ് എല്ലാം ഷോർട്ടാണ്, അതുകൊണ്ട് കംപ്ലീറ്റ് വോൾട്ടേജ് കാണിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ പടത്തിൽ ഇത് ഒരു ബയസിൻ്റെ പടമാണ്, ഫസ്റ്റ് ബയസിൻ്റെ പടമാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഫൈൻഡ് ഫാൾട്സ് ഇൻ എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. അടുത്തത്, ഫൈൻഡ് ദി പോസിബിൾ വാല്യൂസ് ഓഫ് ബി സി ആൻഡ് വി ഫോർ ദി സർക്യൂട്ട് ഷോൺ ബിലോ. ഈ കാണുന്ന സർക്യൂട്ടിൽ എന്തൊക്കെയാണ് വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വോൾട്ടേജ്, ആ കളക്ടറിൽ നിന്ന് താഴോട്ടുള്ള വോൾട്ടേജാണ്. ആൻഡ് വി എമിറ്റർ റെസിസ്റ്റൻസിലെ വോൾട്ടേജാണ്. ഫോർ നോർമൽ ഓപ്പറേഷൻ വി സി ഈക്വൽ ഹാഫ് വി സി സി, ദാറ്റ് ഇസ് ഹാഫ് ഇൻ 10 വോൾട്ട്. വി സി എന്ന് പറഞ്ഞാൽ മൊത്തം വോൾട്ടേജ്. അത് ഇപ്പോൾ മൊത്തം വോൾട്ടേജ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ നോർമൽ ഓപ്പറേഷൻ ബി സി ഈക്വൽ ഹാഫ് വി സി സി, ബി സി. അപ്പോൾ അത് ഹാഫിന് 10 വോൾട്ട്. അപ്പോൾ ആ ട്രാൻസിസ്റ്ററിൽ 10 വോൾട്ട് പോകും. ബാക്കി താഴെ മുകളിലായിട്ട് വരും വോൾട്ടേജ്. താഴെ മുകളിലത്തെ വരും ആറിലും ആറിയും തുല്യമായിട്ട് എടുക്കണം. ഇവിടെ ആർ ഈസ് 1K, ആർ ഈസ് 1K എന്ന് എടുക്കേണ്ടതാണ്. ആർ ഈസ് 1K. അപ്പോൾ അവിടുത്തെ വോൾട്ടേജും താഴത്തെ വോൾട്ടേജ് സെയിമാണ്. അപ്പോൾ പകുതി വോൾട്ടേജ് ട്രാൻസിസ്റ്ററിൽ പോകും, ബാക്കി 4 വോൾട്ടേജ് മുകളിൽ വരും, പിന്നെ 4 ആറിൽ വരും. അപ്പോൾ വി സി എന്ന് പറഞ്ഞാൽ കളക്ടർ മുതൽ താഴെ ഗ്രൗണ്ട് വരെയുള്ള വോൾട്ടേജാണ്. കളക്ടർ മുതൽ താഴെ ഗ്രൗണ്ട് വരെയുള്ള വോൾട്ടേജാണ് വി സി എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എത്ര കിട്ടും? ഒരു 1/2 ഒരു 1/4 കൂട്ടുമ്പോൾ 3/4 ഇൻറ്റു 20, 15 വോൾട്ട് എന്ന് കിട്ടും. പിന്നെ വി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വോൾട്ടേജ്, ആറിയിലെ വോൾട്ടേജാണ്. അത് ഹാഫ് 1/4 വി സി സി ആണ്.
1/4 20 5 വോൾട്ട്. അപ്പോൾ ഇവിടെ RC 1K എന്ന് എടുക്കണം, RC 1K RE 1K എന്ന് എടുക്കണം. അപ്പോൾ VCE നേർപകുതിയാകുമ്പോൾ 20യുടെ പകുതിയാകുമ്പോൾ 20 ആണ് സപ്ലൈ, 20യുടെ പകുതിയാകുമ്പോൾ മുകളിൽ ഒരു 5 താഴെയും ഒരു 5. VC എന്ന് പറഞ്ഞാൽ ആ സി തൊട്ട് താഴെ വരെയാണ്. അപ്പോൾ 10 + 5 15 വരും. 3/4 20. That is all with your 38th class. We continue our topic. Thank you very much.